ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കിൻഡർ ഗാർട്ടൻ മുതൽ പഠിക്കാനുള്ള ഒരു അവസരം. അവിടുത്തെ അധ്യാപകരെ പൂർണ്ണമായും നമ്മൾ AI എഡ്യൂക്കേറ്റേഴ്സായി മാറ്റുന്ന പരിശീലന പദ്ധതിയൊക്കെ ഇവിടെ നടക്കുകയാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലയിലെ പ്രഥമ CBSE സ്കൂളുകളിലൊന്നായ ISS സ്കൂൾ ഇനി ലോകോത്തര നിലവാരത്തിലേക്ക്. ജൈവകൃഷിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ദൈനംദിന പഠനത്തിന്റെ ഭാഗമാക്കി മാറ്റുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1982-83 കാലഘട്ടത്തിൽ പെരിന്തൽമണ്ണയുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് ആക്കം കൂട്ടാൻ സ്ഥാപിതമായ ISS സ്കൂൾ ഇസ്ലാമിക് സർവീസ് സൊസൈറ്റിയുടെ പ്രഥമ സംരംഭമാണ്. നിലവിൽ 16.5 ഏക്കർ വിസ്തൃതിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത് BEd കോളേജും ആർട്സ് ആൻഡ് സയൻസ് കോളേജും കൂടാതെ സിവിൽ സർവീസ് കോച്ചിംഗ് സെന്റർ ഉൾപ്പെടെ പെരിന്തൽമണ്ണയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സമുച്ചയമായി ക്യാമ്പസ് മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ 43 വർഷത്തെ മികച്ച അക്കാദമിക് നിലവാരത്തിലൂടെ വിദ്യാർത്ഥികളെ അവസരങ്ങളുടെ വലിയ ലോകത്തേക്ക് ദേശീയ പാഠ്യപദ്ധതിയിലൂടെ സ്കൂൾ കൈപ്പിടിച്ചുയർത്തിയിരിക്കുകയാണ്. എണ്ണമറ്റ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വിദേശ യൂണിവേഴ്സിറ്റിയിലടക്കം രാജ്യത്തെ ഉന്നത കലാലയങ്ങളിലും സേവനമനുഷ്ഠിക്കുന്ന പ്രൊഫസർമാർ, അധ്യാപകർ, വ്യവസായ സംരംഭകർ തുടങ്ങി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർ ഈ കലാലയത്തിന്റെ സംഭാവനയാണ്. CBSE പരീക്ഷകളിൽ ഉന്നത വിജയം, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം, പുതിയ കാലത്തെ സ്കിൽ ഡെവലപ്മെന്റ് പരിപാടികൾ, മികച്ച കായിക പരിശീലനം എന്നിവ ISS സ്കൂളിന്റെ പ്രത്യേകതകളാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ ജൈവകൃഷിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പഠനത്തിന്റെ ഭാഗമാക്കുകയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ശീതീകരിച്ച പ്രീ സ്കൂൾ ക്ലാസുകൾ, ഹൈജീനിക് ഭക്ഷണശാല എന്നിവ സ്കൂളിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് പ്രീ സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ ഒരു 43 വർഷം തികയുന്ന ഈ സമയത്ത് വിവിധ മേഖലകളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ചും ഏറ്റവും മികച്ച അക്കാഡമിക്സ്, ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചർ, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം, അതേപോലെ തന്നെ സ്കിൽ സെൻ്ററാക്കി മാറ്റുന്ന സ്കിൽ എഡ്യൂക്കേഷൻ, ഇങ്ങനെ തുടങ്ങി വിവിധ മേഖലകളിൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പുതിയ 43-ലധികം വിവിധ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പുതിയ അധ്യയന വർഷത്തിലേക്ക് വരുമ്പോഴുള്ളത്. ഇവിടെ നമ്മുടെ ക്യാമ്പസ് തന്നെ ലഭ്യമായിട്ടുള്ള സിവിൽ സർവീസ് കോച്ചിങ് സെൻ്ററിൻ്റെ അതിൻ്റെയൊക്കെ സഹകരണത്തോടു കൂടി കുട്ടികൾക്ക് അവരുടെ പഠനത്തോടൊപ്പം മിഡിൽ ക്ലാസ് മുതൽ സീനിയർ സെക്കൻഡറി തലം വരെ പഠിക്കുമ്പോൾ അവർക്ക് സിവിൽ സർവീസ് ഫൗണ്ടേഷൻ പ്രോഗ്രാമുകളുണ്ട്. അതേപോലെ തന്നെ എല്ലാ കുട്ടികളും ചെസ്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. വിവിധ സ്കില്ലുകൾ കെൽട്രോൺ പോലെയുള്ള സർക്കാർ ഏജൻസികളുമായി സഹകരിച്ചുകൊണ്ട് വിവിധ സ്കിൽ എഡ്യൂക്കേഷൻ വൊക്കേഷണൽ പ്രോഗ്രാമുകൾ കുട്ടികളിൽ പ്രാപ്തരാക്കിയിട്ട് അവരെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിലേക്ക് തയ്യാറെടുക്കുമ്പോൾ തന്നെ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച വ്യക്തികളാക്കി മാറ്റുന്നുണ്ട്. അതോടൊപ്പം പുതിയ ദേശീയ വിദ്യാഭ്യാസ നയമൊക്കെ പ്രഖ്യാപിച്ച രീതിയിൽ 3-ാം വയസ്സിൽ കുട്ടി സ്കൂളിലെത്തുമ്പോൾ നമ്മുടെ ISSൽ കുട്ടികൾക്ക് 3-ാം വയസ്സ് മുതൽ 18 വയസ്സ് വരെ പഠിക്കുന്ന പുതിയ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഏറ്റവും ലോകോത്തര നിലവാരത്തിലുള്ള ക്ലാസ് റൂമുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ജൈവകൃഷിയും, ജീവൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള കൃഷിയും പ്രകൃതിയും മനസ്സിലാക്കുകയും അതോടൊപ്പം പുതിയ ലോകത്തിൻ്റെ അവസരങ്ങളുടെ വലിയ ലോകം തുറക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കിൻഡർ ഗാർട്ടൻ മുതൽ പഠിക്കാനുള്ള ഒരു അവസരം. അവിടുത്തെ അധ്യാപകരെ പൂർണ്ണമായും നമ്മൾ AI എഡ്യൂക്കേറ്റേഴ്സായി മാറ്റുന്ന പരിശീലന പദ്ധതിയൊക്കെ ഇവിടെ നടക്കുകയാണ്. ഇങ്ങനെ വിവിധ പദ്ധതികളാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. സമ്പൂർണ്ണ ലഹരി വിമുക്ത, പ്ലാസ്റ്റിക് വിമുക്ത വിദ്യാലയം ഏറ്റവും സുരക്ഷിതമായ പഠന സാഹചര്യം ഒരുക്കുന്നു. 43 വിവിധ മേഖലകളിൽ ഊന്നൽ കൊടുത്ത് വിദ്യാർത്ഥികളുടെ സർവോന്മുഖമായ വികസനത്തിന് പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റ്. സ്പോർട്സ് അക്കാദമി, കെൽട്രോൺ കേരളയുമായി സഹകരിച്ച് തൊഴിലധിഷ്ഠിത സ്കിൽ പഠനം, സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ്, ഭാഷോത്സവം, ലിറ്റററി ഫെസ്റ്റ്, ചെസ്, അബാക്കസ് പരിശീലനം, സ്കേറ്റിംഗ്, ആയോധന കലകൾ, കലാധിഷ്ഠിത പഠനോത്സവം, സ്കൂൾ ഒളിമ്പ്യാഡ്, പാരന്റ് കണക്ട്, വിവിധ പരിശീലന പരിപാടികൾ, പബ്ലിക് സ്പീക്കിംഗ് പരിശീലനം, ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്, ലേണിംഗ് വിത്ത് സ്കോളർ, സംരംഭകത്വ പരിശീലനം, കിഡ്സ് മീഡിയ സ്കൂൾ, സ്റ്റുഡൻസ് ബാങ്കിംഗ്, കരിയർ കാർണിവൽ, വിവിധ മത്സര പരീക്ഷകൾക്കുള്ള ഫൗണ്ടേഷൻ കോഴ്സുകൾ, സ്റ്റുഡൻസ് റിസർച്ച് ഫെലോഷിപ്പ്, ആരോഗ്യകരമായ ഭക്ഷണം ലഭ്യമാക്കുന്നതിന് ഡയറ്റീഷ്യന്റെ സേവനത്തോടെയുള്ള ഭക്ഷണശാല എന്നിവ സ്കൂളിൽ നടപ്പിലാക്കി വരുന്നു. കൂടാതെ സാധാരണക്കാർക്കും പ്രാപ്യമാവുന്ന സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യവും സ്കോളർഷിപ്പോടു കൂടിയ വിദ്യാഭ്യാസവും ഇസ്ലാമിക് സർവീസ് സൊസൈറ്റി ലഭ്യമാക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. സ്പോർട്സ് അക്കാഡമി, അതുപോലെ തന്നെ ഈ വർഷം ഏറ്റവും നല്ല ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറെ പോസ്റ്റ് ചെയ്ത് സന്തോഷ് ട്രോഫി 2 പ്രാവശ്യം കളിച്ച ഒരു അധ്യാപകനെ തന്നെ നിയമിച്ച് ഈ വർഷത്തെ ഓരോ കുട്ടിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധിക്കും എന്ന്
ഉറപ്പ് നൽകിക്കൊണ്ട് ഒരു പുതിയ കാൽവെപ്പ് വെക്കുമ്പോൾ നിങ്ങളെ എല്ലാവരെയും ആ സന്തോഷം അറിയിച്ചുകൊള്ളുകയാണ്. ഈ ഒരു അക്കാഡമി, സ്പോർട്സ് അക്കാഡമി എന്ന് പറയുമ്പോൾ എല്ലാവിധ ഗെയിമുകളും കുട്ടികൾക്ക് അഭിരുചിയുള്ള ഫുട്ബോൾ മാത്രമല്ല, ക്രിക്കറ്റ്, ഹോക്കി, അതുപോലെ ഷട്ടിൽ ബാഡ്മിൻ്റൺ, അത്ലറ്റിക്സ് എന്നിവയിലെല്ലാം ചെസ്സ്, അതുപോലെ മറ്റുള്ള എയറോബിക്സ് ഗെയിംസുകൾ, അതുപോലെ കരാട്ടെ, കുംഫു എന്നുള്ള ഏത് ഇവൻറ്റിൽ കുട്ടിക്ക് അഭിരുചിയുണ്ടോ അതിലേക്ക് അവനെ പ്രഗത്ഭനാക്കാൻ നിശ്ചയിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിക്കാണ് ഇന്ന് പ്രിൻസിപ്പൽ നൗഫൽ സാറിൻ്റെ ക്ഷണത്തിൽ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ ISS പ്രസിഡന്റ് ഡോക്ടർ P. ഉണ്ണീൻ, ജനറൽ സെക്രട്ടറി AV റഫീഖ്, ട്രഷറർ CM മുസ്തഫ, T. സെയ്താലിക്കുട്ടി, മാസ്റ്റർ KMT മുഹമ്മദ് അലി, പ്രിൻസിപ്പൽ നൗഫൽ പുത്തൻപീടിയേക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.